അന്താരാഷ്ട്ര തലത്തിൽ രണ്ട് സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മലയാളികൾ. കാരണം രണ്ട് രാജ്യങ്ങളിലും നിരവധി മലയാളികൾ ജോലിയെടുക്കുന്നു, പഠിക്കുന്നു, പോയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ആളുകൾ പോയിരിക്കുന്നത് അയർലൻഡിലാണ്. അയർലൻഡിൽ പഠനം വളരെ എളുപ്പമാണ്, ജോലിയൊക്കെ ചെയ്തുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇന്ത്യയിൽ നിന്ന് അയർലൻഡിലേക്ക് പഠിക്കാൻ പോയിരിക്കുന്നത്. അയർലൻഡിലൊരു വംശീയ കലാപം നടക്കുകയാണ്. വംശീയ കലാപം ഒരു തിണ്ണമെടുക്ക് വാദം എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർ മതി, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ വലിയ സംഘർഷം നടക്കുകയാണ്. പിന്നെ അയർലൻഡിൽ വളരെ വലിയ സംഘർഷമാണ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോയിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ പോയിട്ടുള്ളവർക്ക് തെരുവിലിറങ്ങി നടക്കാൻ കഴിയില്ല, സാധനങ്ങൾ മേടിക്കാൻ കഴിയില്ല, ജോലിക്ക് പോകാൻ കഴിയില്ല. വലിയ തോതിലാണ് ഒരു പ്രാദേശിക വാദം അയർലൻഡുകാർക്കുള്ളത് എന്നുള്ള വാദത്തിൽ അവിടുത്തെ യുവാക്കളും ചെറുപ്പക്കാരും എല്ലാം ഇറങ്ങി വലിയ തോതിലാണ് പാവപ്പെട്ട മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന വിസയുള്ള ശരിയായ രീതിയിൽ അവിടെ വന്ന് പഠിക്കുന്ന ജോലി നോക്കുന്നവരെ ഉപദ്രവിക്കുന്നത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ് നൈജീരിയ. നൈജീരിയയിലെ സാഹചര്യം വളരെ കഷ്ടമാണ്. രണ്ട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഒന്ന്, മുസ്ലിങ്ങൾ വ്യാപകമായി ക്രിസ്ത്യാനികളെ കൊല്ലുന്നു എന്നൊരു വാദവും കേൾക്കുന്നു. അത് പക്ഷേ അത് പറയുമ്പോൾ തന്നെ ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റുള്ളവരും വലിയ സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ, അസ്ഥിരത നമ്മുടെ നൈജീരിയയിൽ വന്നു കഴിഞ്ഞു. ഒരു സുരക്ഷയുടെ അസ്ഥിരതയുണ്ട്, ഒരു സുരക്ഷാ ഭീഷണി അവിടെ വന്നു കഴിഞ്ഞു. തീവ്രവാദി സംഘടനകളായിട്ടുള്ള ബോക്കോ ഹറാം എന്ന് പറയുന്ന സംഘടന കടന്നു വന്ന് ബാൻഡിറ്റ്സ്, ഹെർഡർ ഫാർമർ സംഘർഷം അവിടെ വന്നു കഴിഞ്ഞു. ഭരണവും ലേബറും വരുമാനം കുറഞ്ഞു, സേവനങ്ങൾ പ്രശ്നമായി എന്നൊക്കെ പൊതുവായി ഒരു നിരാശയിലാണ് നൈജീരിയ പോകുന്നത്. നഷ്ടത്തിലുള്ള ഭൂമി, പശുപരിപാലനം, മതം എന്നിവയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വലിയ സംഘർഷമാണ് അവിടെ നടക്കുന്നത്. 2024 കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന ബാഡ് ഗവേണൻസ് പ്രതിഷേധങ്ങൾ, ബാഡ് ഗവേണൻസ് അഴുക്ക ഭരണം അല്ലെങ്കിൽ മോശപ്പെട്ട ഭരണം അവസാനിപ്പിക്കുക എന്നുള്ള വലിയ പ്രതിഷേധം നടന്നു. പ്രളയമായ സാമ്പത്തിക പ്രതിസന്ധി വലിയ തോതിലാണ് നൈജീരിയയിൽ ഉണ്ടായത്. വടക്കിഴക്കൻ നൈജീരിയയിലെ ബോക്കോ ഹറാം വ്യാപകമായ ആക്രമണം നടക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തിരഞ്ഞുപിടിച്ച് ക്രിസ്ത്യാനികളെ കൊല്ലുന്നു. പക്ഷേ കേരളത്തിലൊന്നും അതൊന്നും വാർത്തയാവുന്നില്ല. ആരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നില്ല, മെഴുതിരി കൊളുത്തുന്നില്ല, മുദ്രാവാക്യം വിളിക്കുന്നില്ല, സ്കാർപ്പ് കെട്ടുന്നില്ല, ഒന്നുമില്ല. പക്ഷേ എന്തായാലും നൈജീരിയയിൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ വലിയ തോതിൽ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തമായ ആക്രമണങ്ങൾ. എപ്കോം കിഴക്കൻ നൈജീരിയൻ ഗ്രാമങ്ങൾ, പൊളിച്ച ഭവനങ്ങളും വരല ഇരുട്ടിലേക്ക് പോയി വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ഇലക്ട്രിസിറ്റിയും വൈദ്യുതി കണക്ഷനും ടെലിഫോൺ കണക്ഷനും എല്ലാം വിച്ഛേദിച്ചുകൊണ്ടുള്ള വലിയ ആഭ്യന്തര കലാപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ക്രിസ്ത്യൻ നരഹത്യയാണോ എന്ന് സംശയമുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ അത് ഉയരുമ്പോഴും അത് വളരെ സങ്കീർണമാണ്, അങ്ങനെ മാത്രം പറയാൻ കഴിയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ കൂടുതൽ പേരും മരിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ് എന്നുള്ളൊരു കാര്യമാണ്. ഇനി ഭരണഘടനയും നാട്ടുകാരും പ്രതിപക്ഷവും തമ്മിലുള്ള കോൺട്രാസ്റ്റ്, ജനപ്രതിനിധികളും യൂത്തും ഇടത് വലത് മുന്നണികളും ഒക്കെ മാർഗം തിരിയുന്നു. അത് വളരെ വലിയ പ്രശ്നമാണ്. അന്താരാഷ്ട്ര ഇടപെടലുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ശ്രദ്ധ ഈ രാജ്യത്ത് തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ ഈ ഐക്യരാഷ്ട്രസഭയോ മറ്റു രാജ്യങ്ങളോ ഒക്കെ തന്നെ നൈജീരിയയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും നൈജീരിയ വലിയ വംശഹത്യയിലേക്കാണ് നൈജീരിയ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയർലൻഡിൽ പ്രാദേശികവാദം കൊണ്ട് ആളുകളെ ഇല്ലാതാക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നുവെങ്കിൽ, മറ്റു രാജ്യക്കാർ ഉപദ്രവിക്കുന്നുവെങ്കിൽ, ഇവിടെ ജാതിയുടെ മതത്തിൻ്റെ പേരിലാണ് നൈജീരിയയിൽ വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപൈശാചികമായിട്ടാണ് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലുന്നത് എന്നുള്ളത്, ക്രൂരമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു വർത്തമാനമാണ്.